آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وإذ يرفع إبراهيم القواعد من البيت وإسماعيل ربنا تقبل منا إنك أنت السميع العليم. ربنا واجعلنا مسلمين لك ومن ذريتنا أمة مسلمة لك وأرنا مناسكنا وتب علينا إنك أنت التواب الرحيم. സ്നേഹാദരണീയരായ സഹോദരി സഹോദരന്മാരെ, സത്യവിശ്വാസികളെ, ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളിലും റഹ്മാനുർ റഹീമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആജ്ഞാനിർദ്ദേശങ്ങൾ കഴിവിൻ്റെ പരമാവധി പാലിച്ചും സൂക്ഷിച്ചും തഖ്വയുള്ളവരായി ജീവിക്കണമെന്ന് സ്വന്തത്തോടും നിങ്ങൾ ഓരോരുത്തരോടും ഉപദേശിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. റഹ്മാനായ റബ്ബ് അതിനുള്ള തൗഫീഖ് നമുക്കേവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ ഈ വർഷത്തെ പരിശുദ്ധ ഹജ്ജ് കർമ്മത്തിനായി ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നും മുസ്ലിം സമൂഹത്തിൽ നിന്നുള്ള ഒരു വിഭാഗം ആളുകൾ വിശുദ്ധ മക്കയെ ലക്ഷ്യം വെച്ചുകൊണ്ട് യാത്ര പുറപ്പെട്ടുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സഹോദരങ്ങളുടെ യാത്രയും അവരുടെ എല്ലാ നല്ലതായ ഉദ്ദേശ ലക്ഷ്യങ്ങളും പരിപൂർണമായി സ്വീകരിക്കുകയും എല്ലാ അമലുകളും ഇസ്ലാമിക നിയമങ്ങൾക്കനുസരിച്ചുകൊണ്ട് നിർവഹിച്ച് ആരോഗ്യത്തോടുകൂടി തിരിച്ചു വരാനുള്ള മഹാഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഏതാണ്ട് ലക്ഷക്കണക്കിനായിട്ടുള്ള വിശ്വാസ സമൂഹമാണ് മക്കയിൽ ഓരോ ഹജ്ജ് സമയത്തും ഒരുമിച്ച് കൂടുന്നത്. ഇന്നത്തെ കാലഘട്ടത്തെ സംബന്ധിച്ചിടത്തോളം ഏകദേശം 35 ലക്ഷം 40 ലക്ഷത്തിനടുത്തുള്ള ആളുകൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു.
എല്ലാവർക്കും അതിനവസരം ലഭിച്ചിട്ടുമില്ല. കുറേ ആളുകൾ ഇപ്പോഴും വെയിറ്റിംഗ് ലിസ്റ്റിലുമാണ്. കുറേ ആളുകൾക്ക് അവിടെ പോകാനുള്ള അതിയായ ആഗ്രഹമുണ്ട്. ആ ആഗ്രഹങ്ങളെല്ലാം പ്രാർത്ഥനകളാൽ നിറഞ്ഞു നിൽക്കുകയും അല്ലാഹു സുബ്ഹാനഹു വ തആല എപ്പോഴാണോ അതിനൊരു അവസരം നൽകുന്നത് ആ സമയമാകുമ്പോഴേക്കും പോകാൻ വേണ്ടിയിട്ടുള്ള അവസരത്തിലേക്ക് എത്തിച്ചേരുകയും ചെയ്യും. എന്നാൽ ആ മഹത്തായ രാജ്യത്ത് ലക്ഷക്കണക്കിനായ വിശ്വാസ സമൂഹം ഇന്ന് നിലനിൽക്കുമ്പോൾ ഒരു മനുഷ്യൻ പോലും ഇല്ലാതിരുന്ന ഒരു കാലഘട്ടമായിരുന്നു ആ പ്രദേശം എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇന്ന് രാവും പകലുമായി ലക്ഷക്കണക്കിന് ആളുകൾ അവിടെ ഉണ്ട് എങ്കിൽ ഒരു മനുഷ്യനുമില്ലാത്ത, ജനവാസമില്ലാത്ത, വെള്ളമില്ലാത്ത, കൃഷിയില്ലാത്ത ഒരു പ്രദേശമായിരുന്നു അത് എന്ന് നാം മനസ്സിലാക്കണം. ആ പ്രദേശത്തിൻ്റെ വികസനത്തിലും വളർച്ചയിലും പങ്കുവെച്ചത് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയാണ്. ഇറാഖിൽ ജനിച്ച, ബാബിലോണിലെ ഊർ എന്ന പ്രദേശത്തിൽ ജനിച്ച ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം തൻ്റെ സ്വന്തം നാട്ടിൽ നിന്ന് അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം മക്കയിലേക്ക് വരികയും അങ്ങനെ ആ മക്ക പ്രദേശത്ത് അദ്ദേഹത്തിൻ്റെ ജീവിതവും വളർച്ചയും പ്രബോധന പ്രവർത്തനങ്ങളുമൊക്കെയായി മുന്നോട്ട് പോകുമ്പോൾ ആത്മാർത്ഥമായ രൂപത്തിൽ അദ്ദേഹത്തിൻ്റെ നാവിൽ നിന്ന് വന്നിട്ടുള്ള ഒരുപാട് പ്രാർത്ഥനകളുണ്ട്. ആ പ്രാർത്ഥനകളാണ് യഥാർത്ഥത്തിൽ ഇന്ന് നാം കാണുന്ന രൂപത്തിലേക്ക്, അതിൻ്റെ വളർച്ചയിലേക്കും വികാസത്തിലേക്കും എല്ലാം എത്തിച്ചേർന്നിട്ടുള്ളത്. അതിലേറ്റവും ശ്രദ്ധേയമായ ഒരു പ്രാർത്ഥനയാണ് സൂറത്തുൽ ബഖറയിലെ 127 പ്രാർത്ഥന. ആയത്താണത്. നമ്മുടെ ജീവിതത്തിൽ നാം നിരന്തരമായി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയിൽ ഉൾപ്പെട്ടു വരുന്നതുമാണ് അത്. എന്നാൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിക്കുന്നത് വിശുദ്ധ കഅബാലയത്തിൻ്റെ സ്വീകരണത്തിന് വേണ്ടിയിട്ടാണ്. വഇദ് യർഫഉ ഇബ്രാഹീമുൽ ഖവാഇദ മിനൽ ബൈത്തി വ ഇസ്മാഈൽ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയും കൂടെ മകൻ ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാമയും ഉണ്ട്. രണ്ടുപേരും കൂടി ഖവാഇദ മിനൽ ബൈത്ത്, വിശുദ്ധ കഅബാലയത്തിൻ്റെ അടിത്തറകൾ അവർ കെട്ടി ഉയർത്തുകയാണ്. അത് കെട്ടിക്കൊണ്ടിരിക്കുന്ന ആ സമയത്ത് അവർ നടത്തുന്ന പ്രാർത്ഥന, റബ്ബന, ഞങ്ങളുടെ രക്ഷിതാവേ, തഖബ്ബൽ മിന്ന, ഞങ്ങളിൽ നിന്ന് നീ ഇത് സ്വീകരിക്കണമേ, ഇന്നക അൻതസ് സമീഉൽ അലീം, തീർച്ചയായും നീ എല്ലാം കേൾക്കുന്നവനും എല്ലാം അറിയുന്നവനും ആകുന്നു. കഅബാലയം പടുത്തുയർത്തിയത് അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യുവാൻ വേണ്ടിയിട്ടാണ്. ഭൂലോകത്ത് മനുഷ്യന് ആരാധിക്കാൻ വേണ്ടി, അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടി, മനുഷ്യർക്ക് വേണ്ടി ഒന്നാമതായി ഉണ്ടാക്കപ്പെട്ടതായ മന്ദിരം അതാകുന്നു വിശുദ്ധ കഅബാലയം. വിശുദ്ധ ഖുർആൻ സൂറത്തു ആലി ഇംറാനിൽ 96 ആയത്തിൽ അത് നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. ഇന്ന അവ്വല ബൈത്തിൻ ഉളിഅ ലിന്നാസി ലല്ലദീ ബിബക്കത്തൻ മുബാറക്കൻ, ഒന്നാമത്തെ ആരാധനാലയം ഉളിഅ ലിന്നാസ്, മനുഷ്യർക്ക് വേണ്ടി നിർമ്മിക്കപ്പെട്ടത്, ലില്ലദീ ബിബക്ക, അത് ബക്കയാകുന്നു, മക്കയുടെ മറ്റൊരു പേരാകുന്നു ബക്ക. ബക്കത്തൻ മുബാറക്കൻ, അനുഗ്രഹീതമായ ബക്കയാകുന്നു അത്. വഹുദൻ ലിൽ ആലമീൻ, ലോകർക്ക് അതിൽ മാർഗദർശനമുണ്ട്, ഹിദായത്തുണ്ട്. ഫീഹി ആയാത്തുൻ ബയ്യിനാത്തുൻ, അതിൽ വ്യക്തമായ ദൃഷ്ടാന്തങ്ങളും ഉണ്ട്. മഖാമു ഇബ്രാഹിം, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമ നിന്ന ആ ഒരു സ്ഥലം, ആ ഒരു സ്ഥാനം. ഇസ്ലാമിൽ 2 മഖാമുകളെ കുറിച്ച് പ്രതിപാദിക്കുന്നുള്ളൂ വിശുദ്ധ ഖുർആനിൽ. അതിലൊന്ന് ഇഹലോകത്താണ്, മറ്റൊന്ന് പരലോകത്താണ്. ദുനിയാവിലെ മഖാം എന്ന് പറയുന്നത് മഖാമു ഇബ്രാഹിം, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം നിന്ന കഅബാലയം പടുത്തുയർത്തിയ ആ സ്ഥലമാണ് യഥാർത്ഥത്തിൽ ദുനിയാവിലെ ഒരു മഖാം എന്ന് പറയുന്നത്. മഖാം എന്ന് പറഞ്ഞാൽ നിന്ന സ്ഥലത്തിന് പറയുന്ന പേരാണ്.
കാരണം നാട്ടിലുള്ള ആളുകൾക്ക്, നമ്മുടെ നാട്ടിലുള്ള ആളുകൾക്ക് അറിയാവുന്ന മഖാം എന്ന് പറയുന്നത് അതിന് നേർ വിപരീതമായ മേഖലകളാകുന്നു. മരിച്ചു മൺമറഞ്ഞു പോയ മഹത്തുക്കളുടെ ഖബറുകൾ കെട്ടിയുണ്ടാക്കി അവിടെ പോയിട്ടുള്ള നേർച്ചയും ഉറൂസുമെല്ലാം നടത്തുന്ന ആ ഒരു സ്ഥാനത്തിനാണ് നമ്മുടെ നാട്ടിൽ മഖാമും ഉറൂസും എന്നൊക്കെ പറയുന്നത് എങ്കിൽ, ഇവിടെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം നിന്ന സ്ഥാനമാകുന്നു മഖാം ഇബ്രാഹിം. രണ്ടാമത്തേത് നാളെ പരലോകത്ത് അള്ളാഹുവിൻ്റെ കോടതിയിൽ നിൽക്കുന്ന ആ സ്ഥാനമാകുന്നു മഖാമ റബ്ബിഹി എന്ന് പറയുന്ന ഒരു സ്ഥാനമുണ്ട്. വലിമൻ ഖാഫ മഖാമ റബ്ബിഹി വനഹൻ നഫ്സ അനിൽ ഹവ എന്ന് ഖുർആൻ പഠിപ്പിക്കുന്നു. അള്ളാഹുവിൻ്റെ അടുക്കൽ പോയി നിൽക്കേണ്ടതായ ആ സമയം, സന്ദർഭം. ഇവിടെ മഖാമു ഇബ്രാഹിം എന്ന് പറയുന്നത് വിശുദ്ധ കഅബാലയുമായി ബന്ധപ്പെട്ടുകൊണ്ടാകുന്നു. വമൻ ദഖലഹു കാന ആമിന. കഅബാലയത്തിൻ്റെ, മക്കയുടെ പ്രത്യേകത, ആരെങ്കിലും അതിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ ആമിനൻ, അവൻ നിർഭയത്വമുള്ളവനായി മാറും. അതാണ് നമ്മുടെ രാജ്യവും മക്ക രാജ്യവും തമ്മിലുള്ള പ്രത്യേകത. നമ്മുടെ രാജ്യത്ത് നിർഭയത്വത്തിന് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതായ ഒരു സമയമാകുന്നു, സന്ദർഭമാകുന്നു ഇത് എങ്കിൽ, വിശുദ്ധ കഅബാലയത്തിൻ്റെ പ്രവർത്തന മേഖലകളിൽ ഏർപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പ്രാർത്ഥനയിൽ ഏറ്റവും കൂടുതൽ ഊന്നൽ കൊടുത്ത ഒരു ഭാഗം ആമിന എന്നുള്ളൊരു പദമാകുന്നു. റബ്ബി ജഅൽ ഹാദ ബലദൻ ആമിന. അല്ലാഹുവേ, ഈ രാജ്യത്തിന് നീ നിർഭയത്വം, സമാധാനം പ്രദാനം ചെയ്യണം. ഒരു രാജ്യത്ത് ഭൗതികമായ എല്ലാ സുഖസൗകര്യങ്ങളും സംവിധാനങ്ങളും ഭക്ഷ്യവസ്തുക്കളും എല്ലാം ഉണ്ട് എങ്കിലും അവിടെ സമാധാനപൂർണമായ ഒരു അന്തരീക്ഷമല്ല എങ്കിൽ ആർക്കും അതിലേക്ക് വരാൻ തോന്നുകയില്ല. അവിടെ ഇബ്രാഹിം പ്രാർത്ഥിച്ചു, റബ്ബേ, ഈ രാജ്യത്തിന് നീ നിർഭയത്വം, സമാധാനം പ്രദാനം ചെയ്യണം. ആ നിർഭയത്വം മക്ക രാജ്യത്തിന് അന്നും ഇന്നും നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് നാട്ടിൽ നിന്ന് ഒരാൾ ഉംറയ്ക്ക് വേണ്ടി പുറപ്പെടുന്നു. അവിടെ എത്തുന്നത് രാത്രി 12 മണി, 1 മണിക്ക്, 2 മണിക്ക് ഒക്കെയാകാം. ഒരു സ്ത്രീക്ക് ഒറ്റക്കാണ് ചിലപ്പോൾ പോകേണ്ടി വരിക. ഒരു പ്രയാസവും കൂടാതെ ആ കർമ്മം നിർവഹിക്കാൻ ആ നാട്ടിൽ അതിൻ്റെ സംവിധാനങ്ങളുണ്ട്. മറ്റൊന്ന്, അല്ലാഹു സുബ്ഹാനഹു വ തആല 12 മാസങ്ങളിൽ 4 മാസത്തെ ആദരണീയ മാസങ്ങളാക്കി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മിൻഹ അർബഅത്തു ഹുറും, 4 മാസങ്ങൾ പവിത്രമാണ് ഇസ്ലാമിൽ. പവിത്രമാക്കിയതിൻ്റെ കാരണം ആ മാസങ്ങളിൽ അവിടെ യുദ്ധമുണ്ടാകുകയോ കലാപമുണ്ടാവുകയോ വധിക്കുകയോ ഒന്നും ചെയ്യുന്നൊരവസ്ഥ ആ നാട്ടിലുണ്ടാകാൻ പാടില്ല. ആ ഒരു മാസമാണ് നമ്മൾ ഇപ്പോൾ നിൽക്കുന്ന ദുൽഖഅദ് മാസം, വരാനിരിക്കുന്ന ദുൽഹജ്ജ് മാസം, മുഹറം മാസം. അങ്ങനെ പവിത്രമാക്കിയതിൻ്റെ കാരണം ഹജ്ജിന് വേണ്ടി ലക്ഷക്കണക്കിനായ മനുഷ്യർ വരുന്ന സമയത്ത് ആ രാജ്യത്തൊരു പ്രതിസന്ധിയും പ്രയാസവും ഉണ്ടാകാൻ പാടില്ല. അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴേക്കും ഉംറയ്ക്ക് വേണ്ടി ആളുകൾ വരും. റജബ് മാസം, അതും അറബി മാസങ്ങളിൽ പവിത്രമായ മാസമാക്കി അതിനെ മാറ്റിയിരിക്കുകയാണ്. സൂചിപ്പിച്ചത്, ഈ രാജ്യത്തിന് നീ നിർഭയത്വം, സമാധാനം പ്രദാനം ചെയ്യണേ എന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പ്രാർത്ഥിച്ചു. ഇന്ന് ആ പ്രാർത്ഥന കാണാൻ അദ്ദേഹമില്ല എങ്കിലും അതിൻ്റെ അനുഭവം അവിടെ ആ രാജ്യത്ത് നിലനിൽക്കുന്നുണ്ട് എങ്കിൽ ആ സ്വീകാര്യതയുടെ കാരണം നാം കണ്ടെത്തേണ്ടതുണ്ട്. എന്തുകൊണ്ട് പടച്ച റബ്ബ് ആ പ്രാർത്ഥനകൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയിൽ നിന്ന് സ്വീകരിച്ചു? അവിടെയാണ് വിശുദ്ധ ഖുർആൻ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ കുറിച്ച് പറയുന്ന മേഖലകളിലൂടെയൊക്കെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ കാണാൻ കഴിയുന്ന പ്രധാനപ്പെട്ട ഒരു വാക്യം, കുറേ പേരുകളുണ്ട്. അതിലൊന്ന് വമാ കാന മിനൽ മുശ്രിക്കീൻ എന്നാകുന്നു എന്നാണ്. ഹനീഫൻ മുസ്ലിമൻ എന്ന് ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. ഹനീഫായ മുസ്ലിമായിരുന്നു അദ്ദേഹം. മുസ്ലിം എന്നല്ല, മുസ്ലിമിൻ്റെ കൂടെ ഹനീഫ് എന്നൊരു വാക്ക് ഖുർആനിലും നമ്മുടെ പ്രാർത്ഥനയിലും നാം കാണുന്നുണ്ട്. ഹനീഫ് എന്ന് പറഞ്ഞാൽ ഋജു മനസ്കനായ നിലയിൽ, നേരെ ചൊവ്വായ നിലയിൽ അള്ളാഹുവിലേക്ക് മടങ്ങുന്ന, അള്ളാഹുവിലേക്ക് പ്രാർത്ഥിക്കുന്ന വ്യക്തിയായിരുന്നു. എന്താ അങ്ങനെ പറയാൻ കാരണം? നമ്മുടെ നാട്ടിലും ആളുകൾ ദുആ ചെയ്യുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്. ഈ ഹനീഫ് എന്നതിൽ നിന്ന് പലപ്പോഴും പുറത്തു ചാടുന്നൊരവസ്ഥ ദുആകളിൽ കാണാൻ കഴിയുന്നുണ്ട്. ആ പ്രാർത്ഥനയാണ് ചിലപ്പോഴൊക്കെ നാം കേൾക്കുന്ന ഇലാ ഹളറത്തി സയ്യിദിനാ വ കുബ്റായിനാ വ ശുഹദായിനാ വ ഖന്ദഖീനാ ഉഹദീനാ എന്നൊക്കെ പറയുന്ന ദുആകളില്ലേ, ഈ ഹനീഫ് എന്നതിൽ നിന്ന് പുറത്തു ചാടുകയാണ്. കാരണം
അള്ളാഹുവിലേക്ക് അടുക്കാൻ വേണ്ടി, ഹളറത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി ഇടക്ക് ഒരുപാട് ശൈഖന്മാരെയും തങ്ങൾമാരെയും എല്ലാം വെച്ചുകൊണ്ടുവന്നൊരു ദുആ വരുമ്പോൾ ഹനീഫിൽ നിന്ന് അത് മാറുകയാണ്. അവിടെയാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ജീവിതത്തിൽ ഒരു കാലഘട്ടത്തിൽ പോലും, ഒരവസ്ഥയിൽ പോലും അല്ലാഹുവല്ലാത്തൊന്നിലേക്ക് അദ്ദേഹം പോയിട്ടില്ല എന്നുള്ളതും, വമാ കാന മിനൽ മുശ്രിക്കീൻ, അദ്ദേഹം ബഹുദൈവ വിശ്വാസികളിൽപ്പെട്ട വ്യക്തിയുമായിരുന്നില്ല എന്ന് പഠിപ്പിക്കുന്നു. അങ്ങനെ തൗഹീദിൽ അധിഷ്ഠിതമായ ജീവിതം നയിച്ച് ഒറ്റയാൾ പോരാട്ടം നടത്തി ആ നാവ് കൊണ്ട് പടച്ച റബ്ബിനോട് പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ അതിൻ്റെ റിസൾട്ട് ലഭിച്ചതിൻ്റെ ഉദാഹരണമാകുന്നു യഥാർത്ഥത്തിൽ നാം ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന കഅബാലയത്തിൻ്റെയും അവിടെ ഹജ്ജിന് വരുന്ന ആളുകൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഭൗതിക സുഖസൗകര്യങ്ങളുടെയും അടിത്തറയുടെ പ്രധാനപ്പെട്ട കാരണം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പ്രാർത്ഥനയാണ്. അതുകൊണ്ട് കഅബാലയം പടുത്തുയർത്തി. ആ കഅബാലയത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ അള്ളാഹു ഏൽപ്പിച്ചു. അങ്ങനെ ആ രാജ്യത്ത് ആരെങ്കിലും പ്രവേശിച്ചു കഴിഞ്ഞാൽ അവൻ ദഖലഹു കാന ആമിന, നിർഭയത്വത്തോടുകൂടി അവൻ അതിൽ കടക്കും. വലില്ലാഹി അലന്നാസ് ഹിജ്ജുൽ ബൈത്തി മനിസ്തതാഅ സബീല. ഇനി എന്ത് വേണം? പടച്ചറബ് പറഞ്ഞു, മനുഷ്യരുടെ മേൽ കടമയാണ്, ബാധ്യതയാണ്. ഹിജ്ജുൽ ബൈത്ത്, ആ കഅബത്തിങ്കൽ ചെന്നുകൊണ്ട് ഹജ്ജ് കർമ്മം നിർവഹിക്കണം. ആരാണ് ചെയ്യേണ്ടത്? മനിസ്തതാഅ ഇലൈഹി സബീല, അതിലേക്ക് പോകാനുള്ള കഴിവ് അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് നൽകിയിട്ടുണ്ട് എങ്കിൽ അവിടേക്ക് പോകുക എന്നതിൻ്റെ കടമയാണ്, അതിൻ്റെ ബാധ്യതയാണ്. എപ്പോഴാ പോകേണ്ടത്? വയസ്സ് അവിടെ പറഞ്ഞിട്ടില്ല. ആ നല്ല ആരോഗ്യാവസ്ഥയുണ്ട്, സാമ്പത്തിക ശേഷിയുണ്ട് എങ്കിൽ വളരെ വേഗത്തിൽ തന്നെ ആ ഹജ്ജ് കർമ്മത്തിലേക്ക് അയാൾ പോകണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരാൾക്ക് സാമ്പത്തിക ശേഷി നൽകിയിട്ട് അയാൾ 5 വർഷത്തിനുള്ളിൽ ഹജ്ജ് കർമ്മത്തിലേക്ക് അയാൾ പോകണം. ഇല്ലെങ്കിൽ അയാളുടെ സാമ്പത്തിക ശേഷി ഒരുപക്ഷെ നീങ്ങിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ഒരുപാട് ആളുകൾ നമ്മുടെ നാട്ടിലുണ്ടായിട്ടുണ്ട്. ഹജ്ജിന് വേണ്ടി ആളുകൾ കാത്തിരിക്കുന്നത് കുറേയൊക്കെ അങ്ങനെ ജീവിച്ച് അവസാന കാലഘട്ടമാകുമ്പോഴേക്കുമൊക്കെ പോകാവുന്നിടത്തേക്ക് മനസ്സിങ്ങനെ മാറ്റി മാറ്റി നാളെ എന്ന് നീട്ടിക്കൊണ്ടു പോകുമ്പോൾ ഇടക്കാലത്ത് വന്നു കൊറോണയുടെ കാലഘട്ടം. നമുക്കെല്ലാവർക്കും അറിയാം. ഹജ്ജിന് പോകാൻ വേണ്ടി കാത്തിരുന്ന ഒരുപാട് സഹോദരങ്ങൾക്ക് പോകാൻ സാധിച്ചില്ല എന്ന് മാത്രമല്ല, പല ആളുകൾക്കും ആ മാരക രോഗം പിടിപെട്ടുകൊണ്ട് ഈ ദുനിയാവിൽ നിന്ന് വിട പറയേണ്ടി വന്ന ഒരവസ്ഥയുണ്ട്. അതുകൊണ്ട് പടച്ച റബ്ബ് എപ്പോഴാണോ നമുക്കൊരു നിഅമത്ത് പോകാൻ വേണ്ടി തരുന്നത്, ആ സമയത്ത് അതിനെ നിയ്യത്താക്കിക്കൊണ്ട് ആ നാട്ടിലേക്ക്, ആ കഅബത്തിങ്കൽ ചെന്നുകൊണ്ട് ഹജ്ജ് കർമ്മത്തിന് പോകൽ അവൻ്റെ മേൽ ബാധ്യതയാകുന്നു എന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നു. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പ്രാർത്ഥന കൊണ്ട് ആ രൂപത്തിലുള്ള വളർച്ച അവിടെ നേടിയെടുക്കുവാനും കഴിയുന്നു. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പിന്നീട് അവിടെ പ്രാർത്ഥിക്കുന്നു, സ്വന്തം കുടുംബത്തെ ആ നാട്ടിലാക്കിയിട്ട് അദ്ദേഹം പോകുന്ന സമയത്ത് അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുണ്ട്. റബ്ബന ഇന്നി അസ്കൻതു മിൻ ദുർരിയതി ബിവാദിൻ ഗൈരി ദീ സർഇൻ ഇൻദ ബൈതിക്കൽ മുഹറം. ഞങ്ങളുടെ രക്ഷിതാവേ, ഇന്നി അസ്കൻതു, ഞാനിതാ താമസിപ്പിച്ചിരിക്കുന്നു, ദുർരിയതി, എൻ്റെ മക്കളെ, എൻ്റെ കുടുംബത്തെ ഞാനിതാ താമസിപ്പിച്ചിരിക്കുന്നു, ഇൻദ ബൈതിക്കൽ മുഹറം, ഈ പരിശുദ്ധ ഭവനത്തിൻ്റെ അടുക്കൽ ഞാനിതാ താമസിപ്പിച്ചിരിക്കുന്നു. ഇൻദ ബൈതിക്കൽ മുഹറം ബിവാദിൻ, ഒരു താഴ്വരയിലാണ്, ഗൈരി ദീ സർഇൻ, കൃഷിഭൂമിയില്ലാത്ത വെള്ളമില്ലാത്ത ഒരു പ്രദേശത്ത് ഞാനിതാ താമസിപ്പിച്ചിരിക്കുകയാണ് എന്ന് അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ അവിടെ ജനവാസം ഉണ്ടാകണമെങ്കിൽ പ്രധാനമായും വെള്ളമുണ്ടാകണം. വെള്ളമുണ്ടായിക്കഴിഞ്ഞാൽ പിന്നീട് അവിടെ കൃഷിഭൂമി ഉണ്ടാകണം. ഇതിനൊക്കെ ഇബ്രാഹിം നബി അലൈഹി സ്വലാം പ്രാർത്ഥിക്കുന്നുണ്ട്. ആ പ്രാർത്ഥന പടച്ച റബ്ബ് സ്വീകരിച്ചു. അതിൻ്റെ ഫലമായി അവിടെ സംസം ഉണ്ടാവുകയും ചെയ്തു. പിന്നീട് നിരന്തരമായി വെള്ളത്തിൻ്റെ ഒരു ഒഴുക്ക് ഉണ്ടാകുന്നത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ പ്രാർത്ഥനയാണ്. എന്തിനാണത്? ലിയുഖീമുസ്സലാത്ത്, എൻ്റെ മക്കളെ ഞാനിവിടെ താമസിപ്പിച്ചിരിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ടൊരു കാരണം, ആ മക്കൾ ആരായി വരണം? ലിയുഖീമുസ്സലാത്ത്, നമസ്കാരം നിലനിർത്തുന്നവരായിട്ട് വരണം റബ്ബേ. ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥനയിൽ വളരെ ശ്രദ്ധേയമായ ഒരു മേഖലയായിട്ട് ആധുനിക ലോകത്തെ മുസ്ലിം സമൂഹം കാണേണ്ട ശ്രദ്ധേയമായ ഒരു വാക്യമാണിത്. ലിയുഖീമുസ്സലാത്ത്, നമസ്കാരം നിലനിർത്തുക എന്നത് ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥനയിലെ സവിശേഷമായ ഒന്നാകുന്നു. വിശുദ്ധ ഖുർആനിൽ 62 ആയത്തുകൾ സൂറത്തുകളിലായിട്ട്
67 തവണ പറഞ്ഞിട്ടുള്ള വാക്യമാകുന്നു നമസ്കാരം എന്ന വാക്ക്. അവിടങ്ങളിലെല്ലാം ചേർത്ത് പറഞ്ഞൊരു വാക്ക് ഇഖാമുസ്സലാം, മുഖീമുസ്സലാം എന്ന് പറയുന്ന പദമാകുന്നു. നമസ്കാരം എന്നത് എപ്പോഴെങ്കിലും ആഴ്ചയിലും മാത്രമായി നിർവഹിക്കപ്പെടേണ്ടതല്ല എന്നും നിലനിർത്തപ്പെടേണ്ടതാണ് എന്നുമുള്ളതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇബ്രാഹിം നബി വിശുദ്ധ കഅബാലയത്തിൽ അതിനുവേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവിടെ ജനവാസമില്ല, സന്താന പരമ്പരകളില്ല, ജനങ്ങളില്ല. പക്ഷേ പടച്ച റബ്ബ് ആ പ്രാർത്ഥന സ്വീകരിച്ചു. അതുകൊണ്ട് ലോകത്ത് 1,00,000 പ്രതിഫലം ലഭിക്കുന്ന ഒരേ ഒരു പള്ളി അത് വിശുദ്ധ കഅബാലയമാണ്, മസ്ജിദുൽ ഹറമാണ്. അത് കഴിഞ്ഞാൽ മദീന പള്ളിയാണ്, അത് കഴിഞ്ഞാൽ മസ്ജിദുൽ അഖ്സയാണ്. ഈ 3 പള്ളികളല്ലാതെ തീർത്ഥാടനത്തിന് വേണ്ടി തിരഞ്ഞെടുക്കാൻ പാടില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ലാ തശുദ്ദു റിഹാൽ ഇല്ലാ ഇലാ സലാസത്തി മസാജിദിൻ, 3 പള്ളികളിലേക്കല്ലാതെ പുണ്യം ആഗ്രഹിച്ചുകൊണ്ട് നിങ്ങൾ തീർത്ഥാടനം നടത്താൻ പാടില്ല. പ്രവാചകന്റെ ഹദീസാണ്. അജ്മീരിലേക്കും നാഗൂരിലേക്കും മുത്തുപേട്ടയിലേക്കും ഒക്കെ പോയിക്കൊണ്ടിരിക്കുന്ന മുസ്ലിം സമൂഹത്തിലെ സഹോദരങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ഒരു ഹദീസ്. 3 പള്ളികൾ മാത്രമാണ്. അതിലൊന്ന് മസ്ജിദുൽ ഹറം, മക്കയിലെ മസ്ജിദുൽ ഹറമാണ്. അവിടെ കൂലി എന്താണ്? ഒരു വഖത്ത് നമസ്കാരത്തിന് ലഭിക്കുന്ന പ്രതിഫലം 1,00,000 പ്രതിഫലമാണ്. മറ്റൊരു കർമ്മവും അവിടെ പ്രത്യേകമായി ചെയ്യുവാനില്ല. തവാഫുണ്ട്, സഅയുണ്ട്. ഇവിടങ്ങളിലെല്ലാം അള്ളാഹുവിനോടുള്ള പ്രാർത്ഥനകൾ മാത്രമേ അവിടെ നിർവഹിക്കുന്നുള്ളൂ. മഖാം ഇബ്രാഹിം നിന്നിട്ട് ഇബ്രാഹിം നബിയുടെ ഹക്ക് ജാഹ് ബർക്കത്ത് കൊണ്ട് ഞങ്ങൾക്ക് രക്ഷ നൽകണേ എന്ന് അവിടെ പ്രാർത്ഥിക്കുന്നില്ല. സഫാ മറവുകൾക്കിടയിൽ ഹാജറ റളിയല്ലാഹു അൻഹ ഓടിയ ഓട്ടമാണ് ഹാജിമാർ ഓടുന്നത് എങ്കിൽ ഹാജറ റളിയല്ലാഹു അൻഹയുടെ ഹക്ക് ജാഹ് ബർക്കത്ത് കൊണ്ട് ഞങ്ങൾക്ക് നീ പുണ്യം നൽകണേ എന്ന് അവിടെ പ്രാർത്ഥിക്കുന്നില്ല. സംസം വെള്ളം കുടിക്കുന്ന സമയത്ത് ഇസ്മായിൽ കാലിട്ടടിച്ച ഭാഗത്തു നിന്നാണ് സംസമിന്റെ നീരറവ് ഉണ്ടാകുന്നത്. കൊണ്ട് ഇസ്മായിലിന്റെ ഹക്ക് ജാഹ് ബർക്കത്ത് കൊണ്ട് ഞങ്ങൾക്ക് രക്ഷ നൽകണേ എന്നൊരു ദുആ അവിടെയില്ല. മറിച്ച് പ്രാർത്ഥനകളെല്ലാം പടച്ച റബ്ബിനോട് മാത്രമായി കൊണ്ടാണ്. അതുകൊണ്ട് ഇസ്ലാമിൽ പുണ്യം ലഭിക്കുന്ന ഒരു പള്ളി മസ്ജിദുൽ ഹറമാണ്. രണ്ടാമത്തേത് മസ്ജിദുൻ നബവി, 1000 മടങ്ങ് പ്രതിഫലം ലഭിക്കുന്ന മസ്ജിദുൻ നബവിയിൽ പോയി നമസ്കരിച്ചു കഴിഞ്ഞാൽ. മൂന്നാമത്തേത് മസ്ജിദുൽ അഖ്സ. ഈ 3 പള്ളികളിലേക്കല്ലാതെ തീർത്ഥാടനം നടത്താൻ പാടില്ല. ഇവിടെ ഇബ്രാഹിം പ്രാർത്ഥിച്ചത് ലിയഖീമുസ്സലാത്ത്, നമസ്കാരം നിലനിർത്തുന്നവരാക്കി മാറ്റണേ. ആരെ? എന്നെ മാറ്റണേ എന്നാണ്. ആദ്യം പ്രാർത്ഥിക്കുന്നത് സ്വന്തത്തോടാണ്. ഒരു വ്യക്തിയിൽ നിന്നാണ് ഒരു കുടുംബത്തിലേക്കും സമൂഹത്തിലേക്കുമുള്ള ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ പരിവർത്തനങ്ങൾ ഉണ്ടാകുന്നത്. ആദ്യം അദ്ദേഹം പ്രാർത്ഥിക്കുന്നത് പടച്ചവനെ എന്നെ നമസ്കാരം നിലനിർത്തുന്നവരിൽ ഉൾപ്പെടുത്തണേ, വമിൻ ദുർരിയത്തി, എൻ്റെ മക്കളെയും ഉൾപ്പെടുത്തണേ എന്ന ദീർഘവീക്ഷണത്തിൻ്റെ ഒരു പ്രാർത്ഥനയെ നമുക്കവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് ലക്ഷക്കണക്കിനായ ഒരു സമൂഹം നമസ്കാരം നിർവഹിക്കുന്ന ഒരു ദേശമായി മക്കാ രാജ്യം മാറുന്നുണ്ട് എങ്കിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പ്രാർത്ഥനയുടെ ഫലമായി കൊണ്ടാണ്. മറ്റൊന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിച്ചു വജഅൽ അഫ്ഇദതം മിനന്നാസി തഹ്വീ ഇലൈഹിം. ഒരു വർഷം ഉംറ കഴിഞ്ഞ് അടുത്ത വർഷം വീണ്ടും ആളുകൾ ഉംറയ്ക്ക് വേണ്ടി പോകുന്നു, അടുത്ത വർഷം വീണ്ടും പോകുന്നു. നമ്മളിങ്ങനെ പറയും, ഇങ്ങനെ ചുമ്മാ പോയിക്കൊണ്ടിരിക്കുന്നതിനാ, എപ്പോഴും പോകുന്നത് എന്തിനാ? അതിനൊരു കാരണമുണ്ട്. മക്കയിൽ പോയി നാട്ടിലേക്ക് തിരിച്ചു വരുന്നൊരു വിശ്വാസിയുടെ മനസ്സ് മന്ത്രിക്കുന്നത്, പ്രാർത്ഥിക്കുന്നത് പടച്ചവനെ വീണ്ടും ഈ നാട്ടിലേക്ക് വരാൻ വേണ്ടിയിട്ടുള്ള ഒരു സൗഭാഗ്യം നൽകണേ എന്നാണ് ഓരോ ഹാജിയും പ്രാർത്ഥിക്കുന്നത്. അത് അനുഭവപ്പെടണമെങ്കിൽ പടച്ച റബ്ബ് നൽകിയ പണം ഉപയോഗിച്ച് ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് പോകണം. മറ്റൊന്ന് ഈ പ്രാർത്ഥന അവിടെ പ്രത്യേകതയാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിച്ചു വജഅൽ അഫ്ഇദതം മിനന്നാസി തഹ്വീ ഇലൈഹിം. അല്ലാഹുവേ മനുഷ്യ മനസ്സുകളെ അങ്ങോട്ട് നീ ആകർഷിപ്പിക്കണേ റബ്ബേ. ആരോരുമില്ലാത്തൊരു രാജ്യം, ലക്ഷക്കണക്കിനായ മനുഷ്യരാൽ ഇന്ന് ജനനിബിഡമാകുന്നുവെങ്കിൽ, 24 മണിക്കൂർ ഒരു സമൂഹം അവിടെ ഉണ്ടാകുന്നുവെങ്കിൽ, ഒരൊഴുക്കിങ്ങോട്ട് വരുമ്പോൾ അടുത്തൊരൊഴുക്ക് അങ്ങോട്ട് പോകുന്നുവെങ്കിൽ, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ശ്രദ്ധേയമായ പ്രാർത്ഥനയുടെ റിസൾട്ടുകൾ ഓരോ വർഷത്തിലും അത് അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. പിന്നെയോ അല്ലാഹുവേ ഇവിടെയുള്ള ആളുകൾക്ക് നീ വശ്യവർഗങ്ങൾ നൽകണേ, കായികനികൾ നൽകണേ. എന്താ മക്കയുടെ പ്രത്യേകത? ആ നാട്ടിലാകെ ഉണ്ടാകുന്നത് ഈന്തപ്പഴം മാത്രമേ ഉള്ളൂ. പക്ഷെ അവിടെ ചെന്നാലോ ലോകത്തുള്ള എല്ലാ തരം പഴവർഗ്ഗങ്ങളും അവിടെ കാണാൻ സാധിക്കുന്നു.
നാട്ടിൽ നിന്ന് ഉംറയ്ക്ക് വേണ്ടി പോകുന്ന മനുഷ്യന്മാർ അവിടെ ചെന്നിട്ടാണ് ഈ നാട്ടിൽ നിന്ന് കയറ്റിയേക്കുന്ന ഫസ്റ്റ് ക്വാളിറ്റി സാധനം അവിടെ നിന്ന് ഇങ്ങോട്ട് വാങ്ങിച്ചുകൊണ്ട് വരികയാണ്. എന്താ കാരണം? ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പ്രാർത്ഥനയുടെ ഫലമായിരുന്നു എന്നാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു ഭാഗം, ഇബ്രാഹിം നബി തൻ്റെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തിയ ഒരു കാര്യം മാത്രമാണ് ഊന്നൽ കൊടുക്കുന്നത്. അതെന്താണ്? ഒരു പിതാവ്, നമ്മളൊക്കെ ഓരോ കുടുംബത്തിൻ്റെയും നേതാക്കന്മാരാണ്, ഓരോ കുടുംബത്തിൻ്റെയും ഉത്തരവാദിത്വം നൽകിയിട്ടുള്ള ആളുകളാണ്. പക്ഷെ ഒരു തലമുറ എവിടെയാണ്? പടച്ചറപ്പ് നമുക്ക് നൽകിയിട്ടുള്ള നമ്മുടെ മക്കൾ എവിടെയാണ്? ഇബ്രാഹിം നബി കഅബാലയം പടുത്തുയർത്തിയപ്പോൾ കൂടെ ആരുണ്ട്? ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമയുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയോട് പറഞ്ഞു, ഇന്നി ജാഇലുക ലിന്നാസി ഇമാമ, ഞാൻ നിനക്ക് മനുഷ്യർക്ക് വേണ്ടി അവരുടെ നേതാവാക്കുകയാണ്. ഇമാം, മാതൃകാ വ്യക്തിയാക്കി താങ്കളെ ഞാൻ മാറ്റുകയാണ്. ഉടനെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, വമിൻ ദുർരിയത്തി, പടച്ചവനെ എൻ്റെ മക്കളെയും ആക്കണേ എന്നാണ്. ഒരു ദീർഘവീക്ഷണത്തിൻ്റെ പ്രാർത്ഥനയാണ്. ഒരുപാട് മഹല്ലുകൾ, ഒരുപാട് പള്ളികൾ പരിപാലിക്കുവാൻ ആളില്ലാതെ അനാഥത്വം പേര് നടക്കുന്ന മഹല്ലുകളെ കാണാൻ സാധിക്കും. മക്കളില്ലാഞ്ഞിട്ടല്ല, മറിച്ച് അടുത്തൊരു തലമുറയിൽ ഇസ്ലാമിൻ്റെയും മതത്തിൻ്റെയും ദീനിൻ്റെയും കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്ന തലമുറകൾ പല പല വഴികളിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഈ ഒരു ദുആ നടത്തുമ്പോൾ അവിടെ ഒന്ന് നമസ്കാരം നടത്തുന്നവരാക്കി തീർക്കണം, മറ്റൊന്ന് എൻ്റെ മക്കൾ ഒരിക്കലും ബഹുദൈവവിശ്വാസികളായി പോകുന്നൊരവസ്ഥയിലേക്ക് റബ്ബെ കൊണ്ടുപോകരുത് എന്ന് ഇബ്രാഹിം പ്രാർത്ഥിക്കുന്നുണ്ട്. അല്ലാഹുവേ, എന്നെയും എൻ്റെ മക്കളെയും വിഗ്രഹങ്ങളെ ആരാധിക്കുന്നവരിൽ നിന്ന് നീ അകറ്റി നിർത്തണേ എന്ന് പ്രാർത്ഥിച്ചു. അതുകൊണ്ട് മക്ക രാജ്യത്തിന് പ്രത്യേകതയുണ്ട്, മക്കൾക്കൊരു ബൗണ്ടറി ഉണ്ട്. ആ ബൗണ്ടറി എത്തിക്കഴിഞ്ഞാൽ അമുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ ആരും അങ്ങോട്ട് പ്രവേശിക്കാൻ പാടില്ല. വിശ്വാസികളല്ലാത്ത ഒരാൾക്കും മക്കയിലേക്ക് പ്രവേശനമില്ല. മക്കയിൽ ഒരാൾ വന്നു, അവിടെ ഉംറ നിർവഹിക്കുന്ന ഒരു വ്യക്തിയുടെ തോളിൽ ഏലസ് കാണുകയാണ്. നമ്മുടെ നാട്ടിൽ ഭക്തിയോടുകൂടി ആളുകൾ കെട്ടിക്കൊണ്ട് നടക്കുന്ന ഏലസ് മുറുക്കും. ഇതിങ്ങനെ തവാഫിന്റെ വേളയിൽ മുത്തവ്വമാര് കാണുകയാണ്, പിടിച്ചു വെക്കും. അവിടെ അറുത്ത് മുറിച്ചു മാറ്റിയിട്ട് മുന്നോട്ട് പോയാൽ മതി. കാരണം ബഹുദവിശ്വാസിയായിക്കൊണ്ട് അവിടെ വരാൻ പാടില്ല, തവാഫ് ചെയ്യാൻ പാടില്ല. കാരണം മൻ അല്ലഖ തമീമത്തുൻ ഫഖദ് അശ്റക, ആരെങ്കിലും ഏലസ് ഉറുക്ക് ധരിച്ചാൽ അവൻ അള്ളാഹുവിൽ പങ്കുചേർത്തു എന്നതാണ് പഠിപ്പിച്ചു കൊടുക്കുന്നത്. അങ്ങനെ അതുകൊണ്ടാണ് ആ തൗഹീദിന്റെ സന്ദേശത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക എന്ന നാമം ഉച്ചരിച്ചുകൊണ്ട് മഖബൂലും മബ്റൂറുമായ ഒരു ഹജ്ജ് കർമ്മം നിർവഹിച്ചുകൊണ്ട് നാട്ടിലേക്ക് മടങ്ങുമ്പോഴാണ് അവന്റെ ഉമ്മ ഇന്ന് അവനെ പ്രസവിച്ചൊരവസ്ഥയിലേക്ക് അവൻ മാറാനുള്ള കാരണം നാട്ടിലുള്ള സകല അന്ധവിശ്വാസങ്ങളെയും ബഹുദവിശ്വാസങ്ങളെയും എല്ലാം മാറ്റിവെച്ചുകൊണ്ട് അള്ളാഹുവിൽ പരിപൂർണമായി വിധേയനായിക്കൊണ്ടുള്ള ഒരു മടക്കമാണ് ഹജ്ജിലൂടെ ഓരോ വ്യക്തിക്കും ഉണ്ടാകുന്നത്. അതുകൊണ്ട് വിശ്വാസ രംഗത്തുണ്ടാകുന്ന അപജയത്തെ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് ഇടപെടാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ ഒരു തലമുറ പിൽക്കാലത്ത് വളർന്നു വരണം. ആ തലമുറയെ നമുക്ക് ഖുർആനിലൂടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മകനാണ് ഇസ്ഹാഖ് നബി, ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം. ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം മക്കയിൽ താമസമാക്കി. ഇസ്മായിലി പാരമ്പര്യത്തിലാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിക്കുന്നത്. മറ്റൊരു മകനാണ് ഇസ്ഹാഖ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. അത് ഇസ്രായേൽ സമൂഹത്തിൽ അവിടെയാണ് ഇസ്ഹാഖ് നബി അലൈഹി സ്വലാത്തു വസ്സലാം വളർന്നു വരുന്നത്. ഇസ്ഹാഖ് നബിയുടെ മകനാണ് യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. യാക്കൂബ് നബിയുടെ ചരിത്രം വിശാലമായി കൊടുക്കുന്നുണ്ട്. അതിൽ ശ്രദ്ധേയമായ ഒന്ന്, ഈ യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം വഫാത്തിന്റെ സമയം മരണാസന്നമായി കിടക്കുകയാണ്. മരണത്തിന്റെ സമയത്ത് ഒരുപാട് വസിയത്തുകൾ നമുക്കെല്ലാവർക്കുമുണ്ട്. ഖുർആനിൽ യാക്കൂബ് നബിയുടെ ഒരു വസിയത്തുണ്ട് മക്കളോട്. മക്കളെ കടത്തു വന്നിങ്ങനെ നിൽക്കുകയാണ്. വാപ്പ അന്ത്യശ്വാസം വലിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. അം കുന്തും സുഹദാ ഇദ് ഹളറ യഅഖൂബൽ മൗത്ത്. യാക്കൂബ് നബി അലൈഹിസ്സലാം യാക്കൂബിന്റെ മരണാസന്നമായ സമയത്ത് നീ അവിടെ ഹാജരുണ്ടായിരുന്നു. ഇത് ഖാല ലി ബനി, അദ്ദേഹം തന്റെ മക്കളോട് ചോദിക്കുകയാണ്, മാ തഅബുദൂന മിൻ ബഅദി, എൻ്റെ കാലശേഷം മക്കളെ നിങ്ങൾ ആരെയാണ് വിളിച്ച് ആരാധിക്കുന്നത്? ഒരു പ്രവാചകൻ തൻ്റെ കൂടെയുള്ള തൻ്റെ മക്കളോട് ചോദിക്കുന്ന സമയം നോക്കണം. മരണത്തിന്റെ അവസാന സമയത്താണ്, മരിക്കാൻ പോകുന്ന സമയത്താണ് ചോദിക്കുന്നത്. മാ തഅബുദൂന മിൻ ബഅദി, എൻ്റെ കാലശേഷം മക്കളെ നിങ്ങൾ ആരെ ആരാധിക്കും? അതാ ചോദിച്ചത്. ആദർശബോധത്തിൽ മക്കളെ വളർത്തുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്.
മാ തഅബുദൂന മിൻ ബഅദി. എന്താ മറുപടി? ഖാലു, അവർ പറയുന്ന മറുപടി, നഅബുദു ഇലാഹക വ ഇലാഹ ആബായിക ഇബ്രാഹീമ വ ഇസ്മാഈല വ ഇസ്ഹാഖ ഇലാഹൻ വാഹിദ. ഇങ്ങനെ ഒരു വാപ്പ മരിക്കുന്ന സമയത്ത് മക്കളിൽ നിന്ന് കേട്ടുകൊണ്ട് മരണപ്പെടാനുള്ള മഹാഭാഗ്യം ലഭിക്കുക എന്നുള്ളത് വളരെ വലുതാണ്. ഞങ്ങൾ ആരാധിക്കുന്നത് താങ്കളുടെ ഇലാഹിനെയാണ്. ഇബ്രാഹിം, ഇബ്രാഹിമിന്റെയും ഇസ്മായിലിന്റെയും ഇസ്ഹാഖിന്റെയും ഇലാഹൻ വാഹിദ, ഏകനായ ഇലാഹിനെയാണ് ഞങ്ങൾ ആരാധിക്കുന്നത്. വനഹ്നു ലഹു മുസ്ലിമൂൻ, ഞങ്ങൾ അവൻ അള്ളാഹുവിൽ കീഴ്പ്പെടുന്നവനാണ് എന്ന് മക്കളിൽ നിന്നൊരു വസിയത്ത് വാങ്ങിച്ചൊരു പിതാവിന് മരിക്കാൻ സാധിക്കുക എന്നത് ഭാഗ്യമാണ്. എന്തുകൊണ്ട് ആ മക്കൾ അങ്ങനെ എത്തി? ഇബ്രാഹിം നബിയുടെ തലമുറയായി വന്ന മക്കളാണ്. ഇബ്രാഹിം നബി പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണെന്ത്? എന്നെയും എൻ്റെ മക്കളെയും ബഹുദ വിശ്വാസത്തിൽ നിന്ന് പടച്ചവനെ നീ കാക്കണേ, രക്ഷിക്കണേ എന്നുള്ളത്. നമ്മുടെ പ്രാർത്ഥനകളെല്ലാം ഇപ്പോഴും പല ഭാഗത്തായി ഇങ്ങനെ തടഞ്ഞു നിൽക്കുകയാണ്. കാരണം മനസ്സിലാക്കേണ്ടത്, ഒന്ന്, വിശ്വാസത്തിൻ്റെ അപജയം. പ്രതിസന്ധികൾ ഉണ്ടാകുന്ന ഘട്ടത്തിൽ പടച്ചവരിൽ നിന്നുള്ള കാവലിനെ തേടുന്ന വിഷയത്തിലുണ്ടാകാവുന്ന ഒരു കുറവ്. ഇബ്രാഹിം നബിയുടെ ജീവിതത്തിൽ ഏത് പ്രതികൂല സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോഴും, എത്രത്തോളം എന്ന് വെച്ചാൽ അഗ്നികുണ്ഡാരത്തിലേക്ക് അദ്ദേഹത്തെ വലിച്ചെറിയുന്ന സമയത്ത് പോലും ഭയപ്പാടില്ലാതെ അദ്ദേഹം പറഞ്ഞൊരു വാക്യമുണ്ട്, ഹസ്ബി അല്ലാഹ്, എനിക്ക് അല്ലാഹു മതി. ജീവിതത്തിൻ്റെ പ്രതികൂല സാഹചര്യങ്ങളിൽ നാവിൽ നിന്നുണ്ടാകേണ്ട പ്രധാനപ്പെട്ട ഒരു വിഷയം, ഒരു ആശയമാകുന്നു ഹസ്ബി അല്ലാഹ്, എനിക്ക് അല്ലാഹു മതി. ഇങ്ങനെ പടച്ച റബ്ബിങ്കിലേക്ക് പരിപൂർണമായും ജീവിതത്തെ സമർപ്പിച്ചിട്ട് എപ്പോഴെങ്കിലും പടച്ചവനിലേക്ക് വരിക എന്നതല്ല, പ്രയാസഘട്ടത്തിൽ മാത്രം പടച്ചവനിലേക്ക് വരിക എന്നതല്ല, ജീവിതത്തിൻ്റെ പരിപൂർണമായ ഒരു സമയവും അള്ളാഹുവിന് വേണ്ടി ജീവിതം സമർപ്പിച്ചിട്ട് പടച്ചവനോട് ചോദിക്കുമ്പോൾ അള്ളാഹു എങ്ങനെ കൊടുക്കാതിരിക്കും? അതാ മനസ്സിലാക്കേണ്ടത്. അള്ളാഹുവിനെ കൊടുക്കേണ്ടത് കൊടുത്തിട്ട് പടച്ചവനോട് ചോദിച്ചാൽ തീർച്ചയായും അള്ളാഹു നമുക്ക് തരിക തന്നെ ചെയ്യും. ആ രൂപത്തിലേക്കൊരു ഇബ്രാഹിം മില്ലത്തും ആ ആശയത്തിലേക്കും വരികയും, അങ്ങനെ വരുമ്പോൾ വിശാലമായ ഒരു ഹജ്ജ് അവസ്ഥയിലൂടെ ഹജ്ജിൻ്റെ കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ആ ഒരു സംവിധാനത്തിലേക്ക് എത്തുന്നതിന് ദീർഘവീക്ഷണത്തോട് കൂടിയിട്ടുള്ള ഒരു ഇടപെടൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം നടത്തിയെന്ന് മനസ്സിലാക്കണം. അദ്ദേഹത്തിന്റെ പ്രാർത്ഥന പടച്ച റബ്ബ് സ്വീകരിച്ചു. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം, ഞങ്ങളിൽ നിന്ന് നീ ഇത് സ്വീകരിക്കണേ. ആ സ്വീകരണത്തിന്റെ ഭാഗമാണ് ഹാജിമാർ ആ നാട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ വിശുദ്ധ ഹജ്ജ് കർമ്മം ആയുസ്സിലൊരിക്കെങ്കിലും നിർവഹിക്കാനുള്ള മഹാസൗഭാഗ്യം നൽകി അള്ളാഹു നമ്മെ എവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, സ്വല്ലല്ലാഹു അലാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി വസല്ലം. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. സഹോദരി സഹോദരന്മാരെ, ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ലോകത്തുള്ള മുഴുവൻ മനുഷ്യർക്കും മാതൃകയായിക്കൊണ്ടാണ് കാണിക്കുന്നത്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പോലും അള്ളാഹു പറയുന്നത് അനിത്തബിഅ മില്ലത്ത് ഇബ്രാഹിം എന്നാണ്. ഇബ്രാഹിമിൻ്റെ മില്ലത്തിനെ ആയിരിക്കണം പിൻപറ്റേണ്ടത്. അത് കാനലക്കും ഉസ്വത്തുൻ ഹസനത്തുൻ ഫി ഇബ്രാഹിം, ഇബ്രാഹിമിൽ നിങ്ങൾക്ക് ഉത്തമമായ ഒരു മാതൃകയുണ്ട് എന്നാണ്. അപ്പോൾ ഒരു കുറഞ്ഞൊരു കാലഘട്ടം ദുനിയാവിൽ ജീവിച്ച് മരണപ്പെട്ടു പോയ ആ വ്യക്തിത്വത്തെ നമ്മൾ ആരും കണ്ടിട്ടില്ല. പക്ഷെ ആ വ്യക്തിയുടെ നാമം ഉച്ചരിക്കാതെ ഒരു ദിവസവും കടന്നു പോകുന്നില്ല. വിശുദ്ധ ഖുർആനിൽ 69 സ്ഥലങ്ങളിലായിക്കൊണ്ട് ആ നാമങ്ങളൊക്കെ പ്രതിപാദിക്കുന്നുണ്ട്. ആ നാമം പറയാത്തൊരു ദിവസം മുസൽമാന്റെ ജീവിതത്തിൽ നിന്ന് കടന്നു പോകുന്നില്ല. നമ്മൾ ദുആ ചെയ്യുന്നത് അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമക്കും അദ്ദേഹത്തിന്റെ കുടുംബത്തിനും അല്ലാഹുവേ നീ കാരുണ്യം, രക്ഷസമാധാനം നൽകിയതുപോലെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി കുടുംബത്തിന് നൽകണമേ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. അവർ കുറഞ്ഞകാല ജീവിതത്തെ തന്നിൽ അള്ളാഹു ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്വം ഒരു പിതാവ് എന്ന നിലയിൽ, ഒരു മകൻ എന്ന നിലയിൽ, ഒരു ഭർത്താവ് എന്ന നിലയിൽ കൃത്യമായി ആ റോൾ നിർവഹിച്ചുകൊണ്ട് മടങ്ങിയത് കൊണ്ടും ഒറ്റക്കയാൾ പോരാട്ടം നടത്തിയത് കൊണ്ടും ഖുർആൻ പഠിപ്പിച്ചു, ഇന്ന ഇബ്രാഹിമ കാന ഉമ്മത്തൻ. ഇബ്രാഹിം എന്ന് പറയുന്നത് ഒരു ഉമ്മത്ത്, ഒരു സമുദായമാണ്. ഒരു സമുദായം മുഴുവൻ ചെയ്യേണ്ടതായ പ്രവർത്തനങ്ങൾ ഒറ്റയാൾ പോരാട്ടത്തിലൂടെ നിർവഹിച്ചതിൻ്റെ ചരിത്രമാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ചരിത്രം. നമ്മെ സംബന്ധിച്ചിടത്തോളം ഓരോ മാതാപിതാക്കളുടെയും ജീവിതത്തിൽ ഒരുപാട് ആശങ്കകളുടെ ഒരു കാലഘട്ടത്തിലൂടെ മുന്നോട്ട് പോകുന്ന സാഹചര്യമാണ്.
റിസൾട്ട് എല്ലാം വന്നിട്ടുണ്ട്. 10ാം ക്ലാസ്സിൻ്റെയും പ്ലസ് ടുവിൻ്റെയൊക്കെ റിസൾട്ടും അതിൻ്റെ A+ഉം അതിൻ്റേതായ അലങ്കാരങ്ങളും ഒക്കെയുണ്ട്. അതൊക്കെ നല്ലതാണ്. കൂടുതൽ അധ്വാനിക്കുന്നതനുസരിച്ച് കൊണ്ട് റിസൾട്ട് ഉണ്ടാകുമ്പോൾ അത് ആനന്ദിക്കുക, അനുഭവിക്കുക എന്നത് അങ്ങനെ തന്നെയാണ്. പടച്ചോനും അങ്ങനെയാണല്ലോ. പള്ളി വന്ന എല്ലാവർക്കും ഒരേപോലെ പ്രതിഫലം കൊടുക്കുന്നില്ലല്ലോ. എല്ലാവർക്കും ഒരുപോലെ പടച്ചോൻ തന്നില്ല. ആദ്യം നേരത്തെ പള്ളിയിൽ വന്ന ഒരാൾക്കാണ് ഒരു ആടിനെ അറുത്തു കൊടുത്ത്, ഒട്ടകത്തെ അറുത്തു കൊടുത്ത കൂലി നൽകുന്നത്. എല്ലാവർക്കും ആ ഒട്ടകം കിട്ടിയില്ല. അത് കഴിഞ്ഞാലോ പിന്നെ ആടിന് അറുത്തു കൊടുത്ത കൂലി, കോഴീനെ അറുത്തു കൊടുത്ത കൂലി, കോഴി മുട്ട ദാനം ചെയ്ത കൂലി. അങ്ങനെ ഒരു മുട്ട പോലും കിട്ടാത്തൊരവസ്ഥയിലൂടെയുള്ള വെള്ളിയാഴ്ചകളാണ് നമ്മുടേത് എങ്കിൽ ഏതവസ്ഥയിലാണ് പടച്ചറപ്പ് നമ്മളെ പരിഗണിക്കുക? അതുകൊണ്ട് ഉന്നത വിദ്യാഭ്യാസ മേഖലകളിലൂടെ സഞ്ചരിക്കുന്ന നമ്മുടെ മക്കൾക്ക്, അറിവിൻ്റെ മേഖലകളിലൂടെ മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിക്ക് പടച്ചറബിൻ്റെ അടുക്കൽ നിന്ന് മഹത്തായ പ്രതിഫലങ്ങൾ വന്നുകൊണ്ടേയിരിക്കുന്നത് ഖുർആനിൻ്റെയും ഹദീസിൻ്റെയും താല്പര്യമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മനിൽ തമസൽ ഇൽമ സഹലല്ലാഹു ലഹു ത്വരീഖൻ ഇലൽ ജന്ന. വിജ്ഞാനത്തിന് വേണ്ടി അന്വേഷിക്കുന്നവന് സ്വർഗത്തിൻ്റെ വഴി അള്ളാഹുവിന് എളുപ്പമാക്കി കൊടുക്കും. വിജ്ഞാനത്തിലൂടെ തന്നെയാണ് ഈ സമുദായത്തിന് വളർച്ചയും പുരോഗതിയും ഉണ്ടാകേണ്ടത്. ഒരു കാലഘട്ടത്തിൽ നഷ്ടപ്പെട്ടു പോയ ഇസ്ലാമിൻ്റെ ഇസ്സത്തിനെ തിരിച്ചു പിടിച്ചത് വിജ്ഞാനത്തിലൂടെ തന്നെയാണ്. അതുകൊണ്ട് നമ്മുടെ മക്കൾ 10ാം ക്ലാസ് കഴിയുന്നു, അവരുടെ അഭിരുചിയെ തിരിച്ചറിയണം. എന്തായിത്തീരണം എന്നതിന് ഒരുപാട് കാഴ്ചപ്പാടുകളും മേഖലകളും ഒക്കെയുണ്ട്. അതിന് നമ്മുടെ സമൂഹത്തിലുള്ള കുഞ്ഞുങ്ങൾക്കിടയിൽ തന്നെ അതിൻ്റെതായ ചർച്ചകൾ നടക്കണം. ഇൻഷാ അല്ലാഹ് അവധിക്കാലത്തിൻ്റെ അവസാന ഘട്ടത്തിലൂടെ പോവുകയാണ്. നമ്മുടെ വിദ്യാർത്ഥി സംഘം ഈ വരുന്ന തിങ്കൾ, ചൊവ്വ, ബുധൻ 3 ദിവസങ്ങളിലായിട്ട് 19, 20, 21 തീയതികളിലായിക്കൊണ്ട് അവർക്ക് വേണ്ടി ഒരു ക്യാമ്പ് നമ്മുടെ പള്ളിയിൽ വെച്ചിട്ടുണ്ട്. അതിലൊന്ന് കരിയർ ഗൈഡൻസുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്, മറ്റൊന്ന് മോട്ടിവേഷൻ ക്ലാസ്സുകളാണ്, മറ്റൊന്ന് അവരുടെ മനസ്സുകളെ ഇസ്ലാമികമായ രൂപത്തിലേക്ക് കൊണ്ടുവരിക എന്നതാണ് മറ്റൊരാശയം. നമുക്കറിയാം, പരാജയപ്പെട്ട കുട്ടികളല്ല ആത്മഹത്യ ചെയ്തത്. ആത്മഹത്യ വാർത്തകൾ എല്ലാ ദിവസവും ഉണ്ട്, ഇന്നും ഉണ്ട് വാർത്തകൾ. A+ കിട്ടാത്തതിൻ്റെ പേരിൽ ആത്മഹത്യ ചെയ്തു പോയ കുട്ടികളുടെ അവസ്ഥ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ആൾക്കാർ വിജയം എന്ന് പറയുന്ന ഒരവസ്ഥയെ വല്ലാതെ ഇങ്ങനെ മനസ്സിലേക്ക് തോന്നിപ്പിച്ച് അതൊന്നും താങ്ങാൻ കഴിയാത്തൊരവസ്ഥയിലൂടെ മക്കൾ പോകുമ്പോൾ നമ്മുടെ കൂടെയുള്ള മക്കൾക്ക് ശരിയായ ഒരു വഴി കാണിച്ചു കൊടുക്കേണ്ടത് നമ്മെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു ബാധ്യതയാണ്. അതുകൊണ്ട് കഴിവിൻ്റെ പരമാവധി മാതാപിതാക്കൾ നമ്മുടെ മക്കളെ അതിലേക്ക് കൊണ്ടുവരിക. അതുപോലെ തന്നെ മതപഠനത്തിൽ നിന്നൊക്കെ അകന്നകന്ന് പോയി മദ്രസ വിദ്യാഭ്യാസം എന്നൊക്കെ പറയുന്ന ഒരു പേരിന് വേണ്ടി മാത്രമായിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ മതപഠനം കുട്ടികളുടെ മനസ്സുമായി ബന്ധിപ്പിക്കുന്ന ഒരവസ്ഥയിലേക്ക് അതിനെ തിരിച്ചു കൊണ്ടുവരണം. അവിടെയാണ് നമ്മുടെ മദ്രസയുടെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. സ്കൂളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സമയം പ്രയാസമുള്ളത് കൊണ്ട് തന്നെ 3 സമയങ്ങൾ അവിടെ നാം നിശ്ചയിച്ചിട്ടുണ്ട്. രാവിലെയുണ്ട്, വൈകുന്നേരങ്ങളിലുണ്ട്. അവർ ദിവസങ്ങളിൽ മാത്രമായി 3 മണിക്കൂറുകൾ വീതമുള്ള ക്ലാസ്സുകളുണ്ട്. അവിടെ ആ കുട്ടികളെ വിടുമ്പോൾ പണ്ടത്തേതുപോലെ ഒരു ഓത്തുപള്ളിക്കൂടത്തിൻ്റെ അവസ്ഥ മാത്രമല്ല, ആ കുട്ടികൾക്ക് ഇസ്ലാമിൻ്റെതായ ഒരു സന്ദേശത്തിലൂടെ, പ്രാക്ടിക്കലിലൂടെ കുട്ടികളെ കൊണ്ടുപോകാൻ കഴിയണം. ഓൺലൈൻ മദ്രസ ഒരു പക്ഷേ കിട്ടിയേക്കാം, പക്ഷേ ആ കുട്ടികൾ വരേണ്ടത് നല്ല സുഹൃത്ത് വലയത്തിലേക്കായിരിക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ മർഉ ഫി ദീനി ഖലീലിഹി ഫൽയൻദുർ മയുഖാലിൽഹു. ഒരു കുട്ടി അവൻ്റെ മതം സ്വീകരിക്കുന്നത് അവൻ്റെ കൂട്ടുകാരിലൂടെയാണ്. പ്രത്യേകം മനസ്സിലാക്കേണ്ടത് അവിടെയാണ്. മാതാപിതാക്കൾ പലപ്പോഴും വാവളിക്കുകയാണ്, എങ്ങനെ കുട്ടികൾക്ക് സംഭവിക്കുന്നു, എവിടെയാണ് കുട്ടികൾ ചേക്കേറുന്നത് എന്ന് മനസ്സിലാക്കണം. പ്രവാചകൻ പറഞ്ഞു, ഒരു വ്യക്തി അവൻ്റെ കൂട്ടുകാരൻ്റെ മതത്തിലാണ്, ഫൽയൻദുർ മയുഖാലിൽഹു, അവൻ ആരൊക്കെയായിട്ട് കൂട്ടുകൂടുന്നു എന്നുള്ളത് നിങ്ങൾ നിരീക്ഷിച്ചു കൊണ്ടിരിക്കണം എന്നതാണ്. അവിടങ്ങളിലാണ് നേരത്തെ പറഞ്ഞ പെട്ടെന്നൊരു സുപ്രഭാതത്തിലൊന്നും അല്ല ലഹരിയിലേക്കും മയക്കുമരുന്നിലേക്കും MDMSലേക്കും ഒരു കുട്ടി വരുന്നത്, മറിച്ച് അതിന് ചില ഘട്ടങ്ങളിലൂടെയൊക്കെയാണ് പോകുന്നത്. ആ തുടക്കത്തിലെ ഘട്ടത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് അവനെ തിരിച്ചു കൊണ്ടുവരാൻ സാധിച്ചാൽ അൽഹംദുലില്ലാഹ് നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും. എൻ്റെ മകൾ അങ്ങനെയൊന്നും പോകില്ല എന്നൊക്കെ പറഞ്ഞൊരു കാലഘട്ടമൊക്കെ മാറി അറിയാത്ത രൂപത്തിലൊക്കെ അകപ്പെട്ടു പോയിട്ട് പിന്നെയാണ് അതിൻ്റെ പ്രയാസങ്ങൾ അറിയുന്നത്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് നഷ്ടപ്പെട്ടു പോയ മതവിദ്യാഭ്യാസത്തിലേക്ക് മക്കളെ തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കണം. അതുപോലെ വർത്തമാന കാലഘട്ടത്തിലെ ഇസ്ലാമിൻ്റെ ചലനങ്ങളെ മനസ്സിലാക്കി സമൂഹത്തിന് ബോധവൽക്കരണം നടത്തുവാൻ കഴിയണം. അതാണ് കാലം തേടുന്ന ഇസ്ലാഹ് എന്നൊരു പ്രമേയത്തെ വെച്ചുകൊണ്ടുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മക്കൾ, നമ്മുടെ കുടുംബം ആധുനിക സമൂഹത്തിൽ ഇസ്ലാമിൻ്റെ അവസ്ഥകൾ മനസ്സിലാക്കിയിട്ടുള്ള ചർച്ചകൾ നടക്കുന്നതിൻ്റെ ഒരു നവോത്ഥാന സമ്മേളനം ഇൻഷാ അല്ലാഹ് ഞായറാഴ്ച വൈകുന്നേരം 4 മണിക്ക് കരുനാഗപ്പള്ളിയിൽ നടക്കുകയാണ്. അന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് വാഹനം പുറപ്പെടുന്നുണ്ട്. ഇസ്ലാമിൻ്റെ ദഅവ പ്രവർത്തന മേഖലകളിൽ കഴിവിൻ്റെ പരമാവധി പങ്കാളിത്തം ഉണ്ടാക്കാൻ വേണ്ടി എല്ലാവരുടെ സഹകരണങ്ങൾ ഉണ്ടാകണം. അതുപോലെ തന്നെ ഹജ്ജ് മാസത്തിലേക്ക് പ്രവേശിക്കും.
ഒരാഴ്ചക്ക് അതിന് തൊട്ട് മുമ്പ് ഒരാഴ്ചക്ക് മുമ്പെങ്കിലും, അത് ദുൽഹജ്ജ് 1 മുമ്പായിട്ടെങ്കിലും ബലികർമ്മത്തിൻ്റെ വിഷയത്തിലേക്ക് നമ്മൾ കടക്കേണ്ടതുണ്ട്. അതുകൊണ്ട് 9,000 രൂപ ഒരു ഷെയറിന് വേണ്ടിയിട്ടാണ്. മനസ്സിലാക്കേണ്ടത്, അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരെണ്ണം അറുക്കാനുള്ള കഴിവ് എനിക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരെണ്ണം അറുക്കണം. അതിന് പറ്റുന്നില്ല, ഒരു കുടുംബത്തിൽ 2-3 പേര് സാമ്പത്തിക ശേഷിയുണ്ട്, ആ 3 പേരെ ഒന്നിച്ചറക്കണം, അല്ലെങ്കിൽ 5 പേര്, അല്ലെങ്കിൽ പറ്റാത്ത സാഹചര്യത്തിലാണ് 7 പേര്. ഒന്നറുക്കാൻ കഴിയുള്ള ആൾക്കാർ പോലും ഷെയറിലേക്ക് വന്നു പോകുന്നൊരവസ്ഥ നമ്മൾ പടച്ച റബ്ബിനോട് നോക്കണം. ഇബ്രാഹിം നബി സ്വന്തം മകനെ അറുക്കാൻ വേണ്ടി തയ്യാറായ ആ അവസ്ഥയിൽ നിന്നുകൊണ്ടാണ് ഒരു ബലിയിലേക്ക് വന്നത് എങ്കിൽ പടച്ചവൻ നൽകിയതിൽ നിന്ന് അറുക്കണം. ഫസ്വല്ലി ലി റബ്ബിക വൻഹർ. അത് അവസാനിക്കുന്ന തുടക്കത്തിൽ പറഞ്ഞെന്താ? ഇന്നാ അഅ്തൈനാക്കൽ കൗസർ എന്ന. അള്ളാഹു നിനക്ക് ധാരാളം അനുഗ്രഹങ്ങൾ നൽകിയിട്ടില്ല എന്ന് ചോദിക്കുന്നുണ്ട്. ആ അനുഗ്രഹത്തിൽ നിന്നാണ് ഫസ്വല്ലി ലി റബ്ബിക്, റബ്ബിന് വേണ്ടി നമസ്കരിക്കേണ്ടതും വൻഹർ, ബലിയറുക്കേണ്ടതും. കാരണം ദുൽഹജ്ജ് 1 കഴിഞ്ഞാൽ ഈ ബലിമൃഗത്തിന് വേണ്ടി കൊടുക്കുന്ന ഒരു വ്യക്തി നഖവും മുടിയുമൊന്നും നീക്കാൻ പാടില്ല. അതുകൊണ്ട് ഫിത്ർ സക്കാത്ത് പോലെ പെരുന്നാളിന് തലേന്ന് രാത്രി കൊണ്ടുപോയി പൈസ കൊടുക്കുന്നൊരവസ്ഥ ഇതിൻ്റെ അവസ്ഥയിൽ ഉണ്ടാകാൻ പാടില്ല. കഴിയുന്ന ആൾക്കാർ കൊടുക്കാൻ ആഗ്രഹിക്കുന്നവർ നേരത്തെ അത് ഏൽപ്പിക്കുക. അതിന് പടച്ചവൻ്റെ പ്രതിഫലം ആഗ്രഹിക്കുക. പടച്ചവൻ സ്വീകരിക്കുന്നത് തഖ്വയാകുന്നു എന്നാണ്. ഫഇന്ന ഖൈറ സാദി തഖ്വ, തഖ്വയിലാണ്. ഒരു കാര്യം കൂടി സൂചിപ്പിക്കാനുള്ളത്, നമ്മുടെ വിദ്യാഭ്യാസം, കുട്ടികൾ മുന്നോട്ട് പോകുമ്പോൾ പഠിക്കാൻ കഴിവില്ലാത്ത, അതിനു വേണ്ടി സാമ്പത്തിക ശേഷിയില്ലാത്ത, വിദ്യാഭ്യാസത്തിന് വേണ്ടി പ്രയാസപ്പെടുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമ്മുടെ MSM വിദ്യാർത്ഥി ഘടകം ഒരു എഡ്യൂക്കിറ്റ് എന്ന് പറയുന്ന എഡ്യൂക്കെയർ എന്ന സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ട്. 800 രൂപയാണ് ഒരു കുട്ടിക്ക് വേണ്ടി നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ആഗ്രഹിക്കുന്ന ആളുകൾ അതിൽ പങ്കാളികളാവുക. പഠനത്തിൽ ഒരുപാട് കുട്ടികൾ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുമ്പോൾ സാമ്പത്തിക സഹായം തടസ്സമായി നിൽക്കുന്നുവെങ്കിൽ അതിന് പരിഹാരം കണ്ടെത്തേണ്ടത് സമുദായത്തിൻ്റെയും മഹല്ലിൻ്റെയും സംഘടനയുടെയും ഒക്കെ ഭാഗമാണ്. പടച്ച റബ്ബ് നമ്മുടെ മക്കൾക്ക് നല്ലൊരു വിദ്യാഭ്യാസവും അതിന് പറ്റുന്ന അനുകൂലമായ സാഹചര്യങ്ങൾ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അറിഞ്ഞും അറിയാതെയും ജീവിതത്തിൽ സംഭവിച്ചു പോയ എല്ലാവരും തെറ്റുകുറ്റങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. പലവിധ രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെട്ട് വീട്ടിലും ഹോസ്പിറ്റലിലും കഴിയുന്നവർ ധാരാളമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പൂർണ്ണമായ രോഗശമനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ ഈ കാലയളവിൽ നമ്മുടെ എല്ലാ കുടുംബത്തിൽപ്പെട്ട ഒരുപാട് ആളുകൾ വിട പറഞ്ഞ ഒരു സമയം കൂടിയാണ് ഈ കഴിഞ്ഞ ആഴ്ചകളിൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ഖബറുകൾ വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ മക്കളിലൂടെ ഇണകളിലൂടെ കൺകുളും പ്രദാനം ചെയ്യുമാറാകട്ടെ. വിശുദ്ധ ഹജ്ജ് കർമ്മത്തിനായി മക്കയിൽ എത്തിച്ചേർന്ന സഹോദരങ്ങൾക്ക് ആഫിയത്തോടുകൂടി ആ കർമ്മങ്ങളെല്ലാം നിർവഹിച്ച് ഏറ്റവും പരിശുദ്ധ മനസ്സോടുകൂടി മടങ്ങാനുള്ള തൗഫീഖ് അല്ലാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ നാട് അനുഭവിക്കുന്ന അതിശക്തമായ ചൂടിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ശമനം നൽകുകയും അല്ലാഹുവിൻ്റെ റഹ്മത്ത് ചൊരിഞ്ഞുകൊണ്ട് നമ്മുടെ സമൂഹത്തിന്, നമ്മുടെ നാടിന് എല്ലാവിധ ബർക്കത്തും അനുഗ്രഹങ്ങളും പ്രദാനം ചെയ്യുമാറാകട്ടെ. മുസ്ലിമായതിൻ്റെ പേരിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് ആളുകൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പൂർണ്ണമായ നിർഭയത്വവും സമാധാനവും പ്രദാനം ചെയ്യുമാറാകട്ടെ. ദുനിയാവിൽ നിന്ന് വിട പറയുന്ന സന്ദർഭത്തിൽ പൂർണ്ണ ഈമാനോടുകൂടി മുസ്ലിമായി മരിക്കാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. ربنا أفرغ علينا صبرا وثبت أقدامنا وانصرنا على القوم الكافرين. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.